വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സ് ദോശ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാൻ സ്റ്റീൽ കട്ട് ഓട്സ് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ എടുത്തത്. ഒരു 1/3 കപ്പ് സ്റ്റീൽ കട്ട് ഓട്സിൻ്റെ പൊടിയും പിന്നെ ഒരു സ്പൂൺ തൈരും ചേർത്ത് നല്ലോണം കലക്കി വയ്ക്കുക. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ കട്ടിയാവും കേട്ടോ. എന്നിട്ട് അടച്ച് 10 മിനിറ്റ് വയ്ക്കും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർക്കാം കേട്ടോ. ഒരു ക്യാരറ്റ് പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തതും പകുതി സവാളയും കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ മാവിൻ്റെ കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒക്കെ ചേർത്തിട്ട് ഇതിനെ സാധാരണ ദോശമാവിൻ്റെ രീതിയിൽ നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാം. തിരിച്ചും മറിച്ചുമൊക്കെ ഇടുക, അടച്ചു വയ്ക്കുക. അങ്ങനെ സാധാരണ ദോശ ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉയർന്ന ഫ്ലെയിം വേണ്ട കേട്ടോ, താത്തി വെച്ച് പതുക്കെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുകയല്ലേ, വളരെ ഹെൽത്തി ആണെന്നുള്ള കാര്യം പറയണ്ടല്ലോ. ഇത് നല്ലോണം ഫൈബറൊക്കെ ഉള്ളതാണ് ഓട്സ് ദോശ. ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഡേറ്റ്സ് ലെമൺ പിക്കിളാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി പറയൂ.